ഹായ് ഫ്രണ്ട്സ്, രഞ്ജിയാണ് രഞ്ജിത് കുമാർ ഫ്രം മാർമാൻ കൺസൾട്ടിങ്. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് 1 ഒക്ടോബറിന് ശേഷം നമ്മുടെ ഫിനാൻഷ്യൽ സെഗ്മെന്റിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിനെക്കുറിച്ചുള്ള ചെറിയ ചില ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മേഖലയിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സെബി, IRDA, അതുപോലെ RBI, അവർക്ക് ആ ഒരു ബോഡീസൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഡു വാച്ച് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDA ചെയ്ത ചില മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ലൈഫ് ഇൻഷുറൻസ് ഹോൾഡർ ആണെങ്കിൽ, ലൈഫ് ഇൻഷുറൻസ് പോളിസി ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏർലി എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് ഇതുവരെ 3 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷമായിരുന്നു. ഇനി മുതൽ ഒക്ടോബർ 1 മുതൽ നമുക്ക് 1 ഇയർ മുതൽ തന്നെ നിങ്ങൾക്ക് ഏർലി എക്സിറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഏർലി എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ ഒരു വലിയൊരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്നായിരിക്കും. അപ്പോൾ ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ കസ്റ്റമർക്ക് 1 വർഷത്തിന് ശേഷം പോലും ഒരു ഏർലി എക്സിറ്റ് ഉണ്ട്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടാണ് IRDA ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു മാൻഡേറ്ററി ആയിട്ട് വന്നത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില കമ്പനീസിൽ ഒരു 10,000 മുകളിലുള്ള പ്രീമിയം വാങ്ങിയാലൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് മാൻഡേറ്ററി ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ അങ്ങനെയല്ല. ഏത് തരം പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ മൊറട്ടോറിയം, ഇതുവരെ 8 വർഷം എന്നുള്ളത് മൊറട്ടോറിയം അതൊരു 5 വർഷത്തേക്ക് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതും കസ്റ്റമറെ സംബന്ധിച്ച വലിയ ഗുണമാണ്. കാരണം മൊറട്ടോറിയം എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ഇൻ കേസ് നമ്മളൊരു പോളിസി എടുത്ത് 8 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനീനെ സംബന്ധിച്ച് അത് ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലെയിം വന്നാൽ അത് റെഡ്യൂസ് ചെയ്തിട്ട് 5 ഇയർ ആക്കി മാറ്റുന്നത് അത് കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ വളരെ നല്ലൊരു മാറ്റമാണ്. അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് 4 വർഷം എന്നുള്ളത് 3 വർഷമായിട്ട് കുറച്ചിട്ടുണ്ട്. അതും കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു RBI നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തൊരു കാര്യമാണ് KFS, കീ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. നമ്മളൊരു ലോൺ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് KFS, കീ ഫാക്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മളൊരു ലോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഹിഡൻ ചാർജസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ കസ്റ്റമർ കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോൺ എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കീ ഫാക്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ച് വാങ്ങുക. അതിൽ കൃത്യമായിട്ട് നമ്മളെ കീ ടേംസ് ഉണ്ടാവും, അതുപോലെ ചാർജസ് എത്രയാണെന്നൊക്കെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങളുണ്ടാവും. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ സെബി വേറൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബോണസ് ഇഷ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ, നിങ്ങളൊരു ഷെയർ ട്രേഡേഴ്സ് എല്ലാം ആണെങ്കിൽ ബോണസ് ഇഷ്യൂസിൻ്റെ കാര്യം 2 ദിവസം കൊണ്ട് തന്നെ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് TDSൻ്റെ 20% എന്നുള്ള കാര്യം അത് വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ ധനമന്ത്രി ഓഫർ ചെയ്തായിരുന്നു. അത് 1 ഒക്ടോബർ മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യും. അതുപോലെ തന്നെ ടാക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, അതായത് നമ്മളൊരു എംപ്ലോയി ആണെങ്കിൽ നമ്മളൊരു കമ്പനിയുടെ ഷെയർസൊക്കെ നമ്മൾ ബൈബാക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടാക്സ് ബർഡനൊക്കെ ആദ്യം കമ്പനീൻ്റെ മുകളിലായിരുന്നു. ഇനി മുതൽ 1 ഒക്ടോബർ മുതൽ ആ ടാക്സ് ബർഡൻ ഡയറക്റ്റ്ലി എംപ്ലോയിയുടെ മുകളിലായിരിക്കും വരിക. അതൊരു ഡിവിഡൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു നിങ്ങൾ ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ ഫിനാൻഷ്യലായിട്ട് റിലേറ്റഡ് എന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളത് കമ്പനീസിൻ്റെ ഷെയർസൊക്കെ വാങ്ങുന്നതാണെങ്കിൽ അതിന് നമ്മളെ ഒരു ഫിനാൻഷ്യലി ചെറിയ എഫക്ട്സ് വരാണ്ട് ടാക്സ് റിലേറ്റഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇഷ്യൂസ്, ടാക്സിൻ്റെ ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്, CBDT, അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ ഒരു റെലവൻ്റ് ആയ ഒരു കാര്യം വന്നിട്ടുള്ളത്, നമുക്ക് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് വിശ്വാസ് എന്നുള്ളൊരു പ്രൊജക്റ്റിലൂടെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഇഷ്യൂസ്, ടാക്സ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റും കൊണ്ടുവന്നിട്ട് അത് 1 ഒക്ടോബർ മുതൽ നമ്മുടെ മുന്നിൽ വരും. അതും വളരെ ഗുണകരമായ കാര്യമാണ്. അപ്പോൾ 1 ഒക്ടോബർ മുതൽ ആസ് എ കസ്റ്റമർ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം. അതുപോലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1 ഒക്ടോബർ മുതൽ NPS, അതുപോലെ NSS, PPF, അത് നാഷണൽ സേവിങ്സ് സ്കീം, PPF, അതൊക്കെ NRI സ്റ്റാറ്റസ് ഉള്ളവർ കൃത്യമായി അത് റിവീൽ ചെയ്യണം. അഥവാ റിവീൽ ചെയ്തില്ലെങ്കിൽ കസ്റ്റമർ 1 ഒക്ടോബറിന് ശേഷം അവർക്ക് 0% ഇൻട്രസ്റ്റ് ആയിരിക്കും നൽകുക. അത് ഇതുവരെ നമുക്കൊരു പോസ്റ്റ് ഓഫീസർ ഇൻട്രസ്റ്റ് ആയിരുന്നു നൽകിയിരുന്നത്. അപ്പോൾ NRIs ആണെങ്കിൽ 1 ഒക്ടോബറിന് ശേഷം യു മസ്റ്റ് റിവീൽ. അത് നമ്മൾ NRI സ്റ്റാറ്റസ് റിവീൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. അതുപോലെ സുകന്യ സമൃദ്ധിയെ സംബന്ധിച്ച് ഇതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. താങ്ക് യു വെരി മച്ച്.